പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 1 ആണ്. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് അൺക്ലെയിംഡ് ആർട്ടിക്കിൾസ് ആണ്. അൺക്ലെയിംഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ ഡിസ്പോസൽ എങ്ങനെ? അൺക്ലെയിംഡ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഓഫ് ലിറ്റിൽ മിൽ ആർ ഡിസ്പോസ്ഡ് ആസ് ഫോളോസ്. അൺക്ലെയിംഡ് ആയിട്ടുള്ള അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെ ഡിസ്പോസൽ. ആൾ അൺക്ലെയിംഡ് ആർട്ടിക്കിൾസ് ആർ ഫോർവേഡ് ടു ദ RLO, ദ കോസ് ഓഫ് നോൺ ഡെലിവറി. അതായത് RLOയ്ക്ക് അയക്കും എന്നാണ് പറയുന്നത്. ദ കോസ് ഓഫ് നോൺ ഡെലിവറി ഷുഡ് ബി ക്ലിയർലി മാർക്ക്ഡ് ഓൺ ദ ആർട്ടിക്കിൾ വിത്ത് റെഡിങ് ഓൺ ദ അഡ്രസ് സൈഡ്. അഡ്രസ് സൈഡിൽ നോൺ ഡെലിവറിയുടെ റീസൺ, അതായത് റിമാർക്ക് റെഡിങ്ങിൽ ക്ലിയർ ആയിട്ട് എഴുതുമെന്ന് പറയുന്നു. And the entry should be initialed and dated by the official marking them, and all the entries should be impressed with the date stamp. And അതായത് എന്നിട്ട് അതിനകത്ത് ഇനിഷ്യൽ ചെയ്തിട്ട് ഡേറ്റ് സ്റ്റാമ്പൊക്കെ അടിച്ച് വിടും എന്നാണ് പറയുന്നത്. ആരാ? ഒഫീഷ്യൽ, അതൊക്കെ മാർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽ. ദ ഫോളോയിങ്, അതായത് ഓരോ കേസിലും സ്വീകരിക്കേണ്ട നടപടികളാണ് താഴെ പറയുന്നത്. അത് ലെഫ്റ്റും നോട്ടൊക്കെ എല്ലാ അതിനകത്ത് ഡെലിവറി ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം 7 ദിവസം വെച്ചിട്ട് അതിനകത്ത് നെയിം ഓഫ് ദ അഡ്രസ്സ്, അതായത് സെൻഡറിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കും എന്നാണ് പറയുന്നത്. റിട്ടേൺ ഡയറക്റ്റ് ടു സെൻഡർ. അതർ ആർട്ടിക്കിൾ ഷുഡ് ബി, അല്ലാത്ത പക്ഷം അത് RLOയ്ക്ക് വിടുമെന്ന് പറയുന്നത്. പോസ്റ്റ് റെസ്റ്റാൻഡ് ഓർഡിനറി ആഫ്റ്റർ 1 month എന്നുള്ള ചേഞ്ച് 15 days ആയിട്ടുണ്ട്. അപ്പോൾ 15 daysന് ശേഷം അത് റിട്ടേൺ ഡയറക്റ്റ് ടു സെൻഡർ അടിക്കും. RTS ആണ്. അക്നോളജ്മെൻറ്റ്സ് ആണെങ്കിൽ ടു ബി ഡിസ്ട്രോയ്ഡ് ആഫ്റ്റർ 4 months, 4 monthsന് ശേഷം അത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ കേസിൽ ടു ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ആഫ്റ്റർ 7 days, 7 ദിവസത്തിന് ശേഷം ഓഫീസ് ഓഫ് പോസ്റ്റിങ്ങിലോട്ട്. ലെഫ്റ്റ് ഇന്ത്യ ടു RLO അറ്റ്വൻസ്. DCSലും അത് തന്നെ RLO അറ്റ്വൻസ്. റീഡയറക്റ്റഡ് എന്നുള്ളത് RLOയ്ക്ക് അപ്പം തന്നെ വിടും. എപ്പോഴാണ്? അൺലെസ് ദ അഡ്രസ്സി ഓർ ദ റീഡയറക്റ്റിംഗ് ഓഫീസ് ഹാസ് ഗീവൻ ഇൻസ്ട്രക്ഷൻ ഫോർ ദ ആർട്ടിക്കിൾ ടു ബി കെപ്റ്റ് ഇൻ ഡെപ്പോസിറ്റ് ഓർ അൺലെസ് ദ അഡ്രസ് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി. അതായത് അഡ്രസ്സിയോ റീഡയറക്റ്റിംഗ് ഓഫീസോ ആ ആർട്ടിക്കിൾ ഡെപ്പോസിറ്റ് വെച്ചേരെ എന്നുള്ള ഇൻസ്ട്രക്ഷൻ തരാത്ത പക്ഷം അത് RLOയ്ക്ക് വിടും. പിന്നെ വേറൊന്നും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ അൺലെസ് ദ അഡ്രസ് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി, അതായത് അഡ്രസ്സി ഉടനെ ഒന്നും വന്ന് മേടിക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്നുള്ള കേസിലും അത് ടു RLO അറ്റ്വൻസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അൺലെസ് വെച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത് വായിക്കുമ്പോൾ. അടുത്ത രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് ഈസ് ഡിവൈഡ് ഇൻറ്റു 2 parts, റിസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ്. രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റിന് 2 ഭാഗമുണ്ട്, റിസീപ്റ്റ്സ് എന്ന് പിന്നെ അടുത്തത് ഇഷ്യൂസ്. ഇനി ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്നത്, റെസീപ്റ്റ്സിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ എൻട്രികളാണ് അതിനകത്ത് വരുന്നത്, ഇഷ്യൂസ് എന്ന് പറഞ്ഞ പാർട്ടിൽ എന്തൊക്കെ എൻട്രികളാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് താഴെ പറയുന്നത്. അണ്ടർ റെസീപ്റ്റ്സ് എന്ന പാർട്ടിൻ്റെ അല്ലെങ്കിൽ ആ കോളങ്ങളിൽ വരുന്ന എൻട്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. 1, ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ ലെറ്റർ മെയിൽ റിസീവ്ഡ് വിത്ത് ഈച്ച് രജിസ്റ്റേർഡ് ലിസ്റ്റ് ഓർ ഫ്രം എ BO, ഒരു BOയിൽ നിന്നോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ലിസ്റ്റിനൊപ്പം ലഭിച്ച രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെ എണ്ണം. ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് റിട്ടേൺഡ് ബൈ പോസ്റ്റ്മാൻ ഓർ സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ്, അതായത് പോസ്റ്റ്മാൻ തിരിച്ചു കൊണ്ടുവന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് തിരിച്ചു വന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്. അതിനകത്ത് അതർ ദാൻ VP എന്ന് പറഞ്ഞിരിക്കുന്നു. VP ഒഴിച്ചുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഇൻ ഡെപ്പോസിറ്റ് ഓൺ ദ പ്രീവിയസ് ഡേ, തലേ ദിവസം ഡെപ്പോസിറ്റ് ഇരുന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെ എണ്ണം അതർ ദാൻ VP എന്ന് പറഞ്ഞിരിക്കുന്നു, VP ഒഴിച്ചുള്ള. ദ നമ്പർ ഓഫ് VP ആർട്ടിക്കിൾസ് ടേക്കൺ ഫ്രം ഡെപ്പോസിറ്റ് ഫോർ റീഡയറക്ഷൻ ഓർ ഡെസ്പാച്ച് ടു BO, അതായത് ഈ ഡെപ്പോസിറ്റിലിരുന്ന ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഡെപ്പോസിറ്റിലിരുന്ന VP ആർട്ടിക്കിൾസിൽ നിന്നും റീഡയറക്ഷൻ അല്ലെങ്കിൽ ഡെസ്പാച്ച് ടു BOക്ക് എടുത്തിട്ടുള്ള VPയുടെ എണ്ണം. അതായത് ഒന്നുമില്ല, 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് റെസീപ്റ്റ്സ് ഇഷ്യൂസ്. അപ്പം വന്നത് ഇവിടെ എഴുതും, പോയത് അപ്പുറത്ത് എഴുതും. അപ്പോൾ 2 കൂടെ ടാലിയാവും, അത്രയേ ഉള്ളൂ. അടുത്ത പറയുന്നത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ബണ്ടിൽസ് ഓർ ഇൻഷ്യൂർഡ് ബണ്ടിൽസ് മേഡപ്പ്, അതായത് രജിസ്റ്റേർഡ് ബണ്ടിലുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇൻഷ്യൂർഡ് ബണ്ടിലുകളുടെ എണ്ണം. അതായത് രജിസ്റ്റേർഡുകൾ ബണ്ടിലായിട്ട് കട്ട് ചെയ്ത്, ഇൻഷ്യൂർഡ് ആർട്ടിക്കിൾസ് ബണ്ടിലായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്നു പറയുന്നത്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും റെസീപ്റ്റ്സിൻ്റെ അണ്ടറിലുള്ള എൻട്രീസ് കഴിഞ്ഞു. ഇനി ഇഷ്യൂസിൻ്റെ അണ്ടറിൽ വരുന്നത്, ഈ റെസീപ്റ്റ്സിൻ്റെ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സമാന സ്വഭാവമായിരിക്കും ഇഷ്യൂസിനകത്തും വരുന്നത്. ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് അതർ ദാൻ VP issued to postman for delivery or transfer to sub account department. നേരത്തെ കേസിൽ ഇങ്ങോട്ട് മേടിക്കുക, ഇതിപ്പോൾ അങ്ങോട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ issued to postman for delivery and മറ്റേ ട്രാൻസ്ഫർ ടു സബ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മനസ്സിലായില്ലേ? ഇത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഡെലിവേർഡ് അറ്റ് വിൻഡോയിൽ കൊടുത്ത
രജിസ്റ്റർ ആർട്ടിക്കിളിൻ്റെ എണ്ണം. ദ ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റർ ആർട്ടിക്കിൾ ഡിസ്പാച്ച്ഡ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് രജിസ്റ്റേർഡ് ലിസ്റ്റ്. അതായത് ഡിസ്പാച്ച് ചെയ്ത രജിസ്റ്റർ ആർട്ടിക്കിളിൻ്റെ എണ്ണം ടോട്ടലി. ദ നമ്പർ ഓഫ് രജിസ്റ്റർ ആർട്ടിക്കിൾ അതർ ദാൻ VPO റിമൈനിങ് ഇൻ ഡെപ്പോസിറ്റിലേക്ക് പോകുന്ന നമ്പർ ഓഫ് രജിസ്റ്റർ ആർട്ടിക്കിൾസ്. ദ ടോട്ടൽ നമ്പർ ഓഫ് VP ആർട്ടിക്കിൾസ് റിക്വയർഡ് ഫോർ ഡെലിവറി ആൻഡ് ട്രാൻസ്ഫർ ടു രജിസ്റ്റർ ഓഫ് VP ആർട്ടിക്കിൾസ് റിസീവ്ഡ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് VP ആർട്ടിക്കിൾസ് ഡെലിവറിക്കുള്ള ആൻഡ് പിന്നെ രജിസ്റ്റർ ഓഫ് VP ആർട്ടിക്കിൾസിലോട്ട് ചേർക്കാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ഓർ ഇൻഷുർഡ് ബണ്ടിൽസ്, ഇൻഷുർഡ് ബണ്ടിലുകളുടെ രജിസ്റ്റേർഡ് ബണ്ടിലുകളുടെ. The totals of both sides of the abstract should agree and it should be signed by the registration assistant before the office is closed for the day. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലെഫ്റ്റ് രണ്ട് സൈഡുകളും എഗ്രി ആവും, ടാലി ആവും. എന്നിട്ട് അത് രജിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് ഇനിഷ്യലി സൈൻ ചെയ്യും. ഡെലിവറി ഓഫ് ആർട്ടിക്കിൾസ് അറ്റ് ദ പോസ്റ്റ് ഓഫീസസ്. പോസ്റ്റ് ഓഫീസിലൂടെയുള്ള ആർട്ടിക്കിൾസിൻ്റെ ഡെലിവറി. അതായത് വിൻഡോയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്നുണ്ട്, രജിസ്റ്റേർഡ് insured and VP articles intended for delivery at the window of the post office should be delivered only during the hours fixed for the booking of the respective classes of the articles. അതായത് ഈ രജിസ്റ്റേർഡ്, ഇൻഷുർഡ്, VP ഇതിൻ്റെയൊക്കെ വിൻഡോ ഡെലിവറി എത്ര സമയത്തേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം ഒരു ബുക്കിംഗ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് ഇതിൻ്റെ വിൻഡോ ഡെലിവറിക്കുള്ള സമയം. അടുത്ത പോയിന്റ് പറഞ്ഞാൽ പോസ്റ്റൽ സർവീസ് രജിസ്റ്റേർഡ് ഇൻക്ലൂഡിംഗ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ആൻഡ് പാഴ്സൽസ് അഡ്രസ്ഡ് ടു ദ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് ആർട്ടിക്കിൾസ് other than VP which are collected at the post office by the addressees or their messengers should be entered on the issue side of the registered and parcel abstract as the case may be against the entry delivered at the window. ഇത് വലിയൊരു സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതായത് ഈ പറയുന്നത് ഈ പോസ്റ്റൽ സർവീസിൽ, പോസ്റ്റ് മാസ്റ്റർ പേരിൽ പോസ്റ്റൽ സർവീസിൽ വരുന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് പാഴ്സൽസിൻ്റെ കേസിലായിക്കോട്ടെ, അല്ലാതെ ഒരു അഡ്രസ്സിൽ അല്ലെങ്കിൽ അയാളുടെ മെസ്സഞ്ചർ വന്ന് കളക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ കളക്ട് ചെയ്യുന്ന കേസായിക്കോട്ടെ, അപ്പോൾ ഒരു എൻട്രി എവിടെ ഇടണം? ഷുഡ് ബി എൻറ്റേർഡ് ഓൺ ദ ഇഷ്യൂ സൈഡ് ഓഫ് ദ രജിസ്റ്റേർഡ് ആൻഡ് പാഴ്സൽ അബ്സ്ട്രാക്ട് ആസ് ദ കേസ് മേ ബി. നമ്മൾ ഇഷ്യൂസ് ആയിട്ടൊക്കെ പറഞ്ഞു, അതിലിപ്പോൾ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റിലാണെങ്കിൽ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റ്, പാഴ്സൽ അബ്സ്ട്രാക്റ്റിലാണെങ്കിൽ പാഴ്സൽ അബ്സ്ട്രാക്റ്റ്. അതിൽ ഇഷ്യൂ സൈഡിൽ ഇത് എൻട്രി ചെയ്യണം, എന്നിട്ടേ കൊടുക്കാമെന്ന് പറയുന്നു. ഈ ആസ് ദ കേസ് മേ ബി, ഇപ്പോൾ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റ് എങ്കിൽ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്റ്റ്, പാഴ്സൽ അബ്സ്ട്രാക്റ്റ് എങ്കിൽ പാഴ്സൽ അബ്സ്ട്രാക്റ്റ്. എഗൻസ്റ്റ് ദ എൻട്രി ഏതിൻ്റെ നേർക്ക്? ഡെലിവേർഡ് അറ്റ് ദ വിൻഡോ എന്ന എൻട്രിക്ക് നേർക്ക്. ആൻഡ് ദെൻ ഡെലിവേർഡ് ബൈ ദ അസിസ്റ്റൻറ്റ്, പിന്നെ അത് അസിസ്റ്റൻറ്റ് ഡെലിവറി ചെയ്യും. If an acknowledgement is due, the letter A should be written below the entry of the number of the article in the abstract. An acknowledgement due ആണെങ്കിൽ അതിനകത്ത് ഒരു A എന്ന ലെറ്റർ ആ എൻട്രിക്ക് താഴെ ഉണ്ടാവും, ഇതിൽ ആബ്സ്ട്രാക്റ്റിൽ. അടുത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്, രജിസ്റ്റേർഡ് ഇൻക്ലൂഡിങ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ ലെറ്റർ മെയിൽ ഓർ പാഴ്സൽ മെയിൽ കെപ്റ്റ് ഇൻ ഡെപ്പോസിറ്റ് ഷുഡ് ബി ഡെലിവേർഡ് അറ്റ് ദ വിൻഡോ ഓൺലി ആഫ്റ്റർ ടേക്കിംഗ് ഡ്യൂ പ്രിക്കോഷൻസ്. അതായത് ഈ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് പോലുള്ളവ, അതുപോലുള്ള പാഴ്സൽ മെയിൽസൊക്കെ ഡെപ്പോസിറ്റ് ഇരിക്കുന്നത് ശരിയായ രീതിയിൽ വേണം ഡെലിവറി ചെയ്യാനായിട്ട് വിൻഡോയിൽ. അതായത് മിസ് ഡെലിവറി ആവാതിരിക്കാനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം അത് ഡെലിവറി ചെയ്യാനായിട്ട്. രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ ഓഫ് ലെറ്റർ ഓർ പാഴ്സൽ മെയിൽ ഇൻക്ലൂഡിങ് ആൻ ഇൻഷുർഡ് ആർട്ടിക്കിൾ കെപ്റ്റ് ഇൻ ഡെപ്പോസിറ്റ് ആസ് അൺക്ലെയിംഡ് ആയിട്ട് വെച്ചിട്ടുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഷുർഡ് ആർട്ടിക്കിൾ പോലുള്ളവയൊക്കെ should not be delivered at the window to any person subsequently claiming to be the addressee unless the such person is known. അതായത് പോസ്റ്റ് മാസ്റ്റർക്ക് അറിഞ്ഞ ഒരാളായിരിക്കണം, അല്ല ചുമ്മാ വന്ന് കയറി എടുത്തിന് ഇതൊന്ന് ഡെപ്പോസിറ്റിലിരിക്കുന്ന അൺക്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒന്ന് എടുത്ത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. such is not known to the postmaster or the assistant or identified by a witness known to the post office. അതായത് പോസ്റ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റോ പിന്നെ പോസ്റ്റ് ഓഫീസിന് അറിയാവുന്ന ഒരാളോ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരാൾക്ക് എടുത്ത് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. അടുത്ത പോയിന്റ് അതാണ് പറയുന്നത്, രജിസ്റ്റേർഡ് ഓർ ഇൻഷുർഡ് ആർട്ടിക്കിൾസ് അഡ്രസ് സ്പെസിഫിക് അഡ്രസ്സിലോട്ട് അഡ്രസ് ചെയ്തിട്ടുള്ള ഇൻഷുർഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മതിയായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ഐഡൻറ്റിഫിക്കേഷൻ, മതിയായിട്ടുള്ള പ്രൂഫൊക്കെ മേടിച്ചിട്ട് വേണം അത് ഡെലിവറി ചെയ്യാനായിട്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് ദ ഡെലിവറി സ്ലിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡെലിവറി ഓഫ് രജിസ്റ്റേർഡ് ആൻഡ് ഇൻഷുർഡ് ആർട്ടിക്കിൾസ് ത്രൂ ആൻ ഇലക്ട്രോണിക് സിസ്റ്റം നോൺ ആസ് ഡെലിവറി സ്ലിപ്പ് സിസ്റ്റം. അതായത് SOയിൽ അല്ലെങ്കിൽ HOയിലാണ് എൻട്രി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അണ്ടർ ദ ഓർഡേഴ്സ് ഓഫ് SPO ഓർ SSPOs, സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ടിൻ്റെ ഓർഡർ പ്രകാരം SOയിലും HOയിലുമാണ് ഈ ഡെലിവറി സ്ലിപ്പ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾസ് ആർ നോട്ട് എൻറ്റേർഡ് ഇൻഡിവിജ്വലി ഇൻ ദ രജിസ്റ്റേർഡ് അബ്സ്ട്രാക്ട് and the postman are not required to enter the particulars of the articles in the postman book
അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബിയോയിലൊക്കെ പോസ്റ്റ്മാൻമാർ വന്ന ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യേണ്ട ആർട്ടിക്കിളൊക്കെ ഒരു ബുക്കിൽ പോസ്റ്റ്മാൻ ബുക്കിൽ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയെടുക്കുന്നത്. ഈ ഡെലിവറി സ്ലിപ്പ് ഇഷ്ടമുള്ളപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഡെലിവറി സ്ലിപ്പ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ഈച്ച് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഡെലിവറി സ്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് സിംഗിൾ കോപ്പി ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് അത് താഴെ പറയുന്നത്. ഏതൊക്കെ സമയത്താണ് അത് സിംഗിൾ കോപ്പി ആയിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് ഡെലിവറി സ്ലിപ്പ്. ഒന്നാമത് ഫോർ ഡെലിവറി അറ്റ് ദ വിൻഡോയിൽ കൊടുക്കാനായിട്ട്. രണ്ടാമത് ഫോർ ട്രാൻസ്ഫർ ടു സബ് അക്കൗണ്ട് അസിസ്റ്റൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ സിംഗിളായിട്ട് എടുത്താൽ മതി ഡെലിവറി സ്ലിപ്പ്. ഫോർ റീഡയറക്ഷനും സിംഗിൾ കോപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ദ ഡെലിവറി സ്ലിപ്പ് എന്തൊക്കെയുണ്ട്? ഒന്ന് നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, നെയിം ഓഫ് ദ പോസ്റ്റ്മാൻ ഉണ്ടാവും, ബീറ്റ് നമ്പർ ഉണ്ടാവും, ഡേറ്റ്, അവർ ഓഫ് ഡെലിവറി. ആഡിങ് ദ ലെറ്റർ എ ഇൻ ദ കേസ് ഓഫ് ആർട്ടിക്കിൾസ് പെയ്ഡ് ഫോർ എ അക്നോളജ്മെൻറ്റ് ഓൺ ഇൻഷുർഡ് ഇൻ ദ കേസ് ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾ കേസിൽ ഒരു അക്നോളജ്മെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എ എന്ന ലെറ്റർ കൂടെ വരും. ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഓരോ ആർട്ടിക്കിളിൻ്റെയും ഓഫീസ് ഓഫ് പോസ്റ്റിങ്ങിൻ്റെ പേരുണ്ടാവും. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻഷുർഡ് ആർട്ടിക്കിൾ ദർ വാല്യൂ ഓൾസോ, ഇൻഷുർഡ് ആർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ ഉണ്ടാവും. എമൗണ്ട് ഇഫ് എനി ഡ്യൂ ഓൺ ദ ആർട്ടിക്കിളിൻ്റെ മേളിൽ എന്തെങ്കിലും ഡ്യൂ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് അതിനകത്തുണ്ടാവും. ബോത്ത് കോപ്പീസ് ഓഫ് സ്ലിപ്പ് ഷുഡ് ബി ഇംപ്രസ്ഡ് വിത്ത് ദ ഡേറ്റ് സ്റ്റാമ്പ് ആസ് ആൾസോ ദ നെയിം സ്റ്റാമ്പ്. ദ രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് ഷുഡ് സൈൻ ബോത്ത് കോപ്പീസ്. അതായത് ഈ രണ്ട് കോപ്പികളും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാർബോണിക് പ്രോസസ്സ് വഴി ഈ രണ്ട് കോപ്പികളിലും ഡേറ്റ് സ്റ്റാമ്പ് നെയിം സ്റ്റാമ്പ് അടിക്കും. എന്നിട്ട് രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് അത് രണ്ട് കോപ്പികളിലും സൈൻ ചെയ്യുമെന്ന് പറയുന്നു. ദ ആർട്ടിക്കിൾസ് അലോങ് വിത്ത് ദ പെൻസിൽ കോപ്പി ഓഫ് സ്ലിപ്പ് ഷുഡ് ബി മെയ്ഡ് ഓവർ ദ പോസ്റ്റ്മാൻ. അതായത് പെൻസിൽ കോപ്പി ഓഫ് ദ ഡെലിവറി സ്ലിപ്പും പിന്നെ ആർട്ടിക്കിളും കൂടെ പോസ്റ്റ്മാന് കൊടുക്കും. ആഫ്റ്റർ ഒബ്റ്റൈനിങ് അക്വിറ്റൻസ് ഇൻ ദ കാർബൺ കോപ്പിയിൽ ഒപ്പിട്ട് മേടിച്ച ശേഷം. വൈൽ ഗ്രാൻഡിങ് അക്വിറ്റൻസ്, ഒപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പോസ്റ്റ്മാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസ്റ്റ്മാൻ ഷുഡ് എൻ്റർ ഇൻ വേർഡ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇഷ്യൂഡ് ആർട്ടിക്കിൾസ്. മൊത്തം ഇഷ്യൂ ചെയ്ത് കൊടുത്ത തനിക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടിയ ആർട്ടിക്കിളിൻ്റെ എണ്ണം വേർഡ്സിൽ എൻ്റർ ചെയ്യണം. ആൻഡ് ആൾസോ ദ എമൗണ്ട് ഇഫ് എനി ഡ്യൂ ഫോർ റിക്കവറി ഓൺ ദ ആർട്ടിക്കിൾ. ഏതെങ്കിലും ആർട്ടിക്കിളിനകത്ത് ഡ്യൂ കളക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാര്യവും വേർഡ്സിൽ എൻ്റർ ചെയ്ത് വേണം അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാൻ പോസ്റ്റ്മാൻ. The postman should deliver the articles after obtaining the signature of the addressees in the delivery slip again. അത് ഇപ്പോൾ അഡ്രസ്സിയുടെ ഒപ്പ് മേടിച്ചിട്ട് വേണം ആ സ്ലിപ്പിൽ ഒപ്പിട്ട് മേടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. At the close of the day, the slip containing the addressee signature will be filed along with the office copies of the slips should be kept by the registration or parcel assistant to serve as the. അതായത് തിരിച്ച് ദിവസം അവസാനിക്കുമ്പോഴും പോസ്റ്റ്മാൻ ആ ഒരു ഒപ്പ് കഴിട്ട കോപ്പി തിരിച്ചു കൊണ്ട് കൊടുക്കും. അത് ഈ ഓഫീസ് കോപ്പിയുടെ കൂടെ ഫയൽ ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത് കൺസേൺഡ് അസിസ്റ്റൻറ്റ്. മന്ത്ലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഡേറ്റകൾ ഞാൻ പറഞ്ഞായിരുന്നു കളക്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. രജിസ്റ്റേർഡ് അസിസ്റ്റൻറ്റ് ഷുഡ് എൻ്റർ ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെയിലി ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ രജിസ്റ്റർ ഫോം നമ്പർ MS13. MS13 എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ രജിസ്റ്ററിൽ രജിസ്റ്റേർഡ് അസിസ്റ്റൻറ്റ് എല്ലാ ദിവസവും താഴെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സുകൾ എൻ്റർ ചെയ്ത് പോകണം ഡെയിലി. ദ ഫിഗേഴ്സ് ഓഫ് ബീയിങ് ടേക്കൺ ഫ്രം ദ അണ്ടർ മെൻഷൻഡ് റെക്കോർഡ്സ് ഓഫ് ദ പ്രീവിയസ് ഡേ. താഴെ പറയുന്ന ആ റെക്കോർഡ്സുകളുണ്ടല്ലോ തൊട്ട് തലേന്നത്തെ അങ്ങനെയുള്ള റെക്കോർഡ്സുകളിൽ നിന്നാണ് ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. ഫ്രം രജിസ്റ്റേർഡ് ജേണലിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് പോസ്റ്റഡ് ഇൻ ദ ഓഫീസ് ആൻഡ് ഇറ്റ്സ് BO ഉൾപ്പെടെ ഓഫീസിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെ എണ്ണം അതിനകത്ത് നിന്ന് എടുത്തെഴുതാൻ പറ്റുന്നതാണ്. അതിനകത്ത് തന്നെ കിട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂ ഓഫ് ഇൻഷ്യൂർ ലെറ്റേഴ്സ് പോസ്റ്റഡ് ഇൻ ദ ഓഫീസ് ആൻഡ് BO ആൻഡ് ടോട്ടൽ എമൗണ്ട്. അതായത് ഇൻഷ്യൂർ ലെറ്റേഴ്സിൻ്റെ എണ്ണവും പിന്നെ അതിൻ്റെ വാല്യൂ. ഫ്രം ദ റിവേഴ്സ് ഓഫ് ദ BO ഡെയിലി അക്കൗണ്ട് BO ഡെയിലി അക്കൗണ്ട് റിവേഴ്സ് സൈഡിൽ നിന്ന് BOയിലുള്ള അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് ഇൻഷ്യൂർഡ് അതിൻ്റെ വാല്യൂസൊക്കെ കിട്ടും. ഫ്രം രജിസ്റ്റേർഡ് VP ജേണലിനകത്ത് നിന്ന് VP ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യുന്ന ഓഫീസും BO ഉൾപ്പെടെ. ആൻഡ് ആൾസോ ദ ടോട്ടൽ എമൗണ്ട് സ്പെസിഫൈ ഫോർ റെമിറ്റൻസ്. അതായത് അതിനകത്ത് സ്പെസിഫൈ ആയിട്ടുള്ള എമൗണ്ട് ഉൾപ്പെടെ എടുത്തെഴുതാൻ പറ്റും. അടുത്തത് RL ആൻഡ് RP ഓൺ പോസ്റ്റൽ സർവീസ് ഷുഡ് ആൾസോ ബി കൗണ്ടഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ദ അപ്രോപ്രിയറ്റ് കോളം ഓഫ് ദ സ്റ്റാർട്ടിംഗ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ രജിസ്റ്റർ എഴുതുമ്പോഴത്തേക്കും പോസ്റ്റൽ സർവീസിൽ വരുന്ന ഓൺ പോസ്റ്റൽ സർവീസ് അതിനകത്ത് വരുന്ന RLഉം RPയും
സ്ലിപ്പിനകത്ത് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നു. ഇൻ എച്ച്ഒസ് ഓൺ ഫസ്റ്റ് ഓഫ് ഈച്ച് മന്ത് ദ എൻട്രീസ് മെയ്ഡ് ബൈ ദ രജിസ്ട്രേഷൻ ആൻഡ് പാഴ്സൽ അസിസ്റ്റൻറ്റ് അണ്ടർ ഈച്ച് ഹെഡ് ഇൻ ദ രജിസ്റ്റർ ഡ്യൂറിങ് ദ പ്രിസീഡിംഗ് മന്ത് ഷുഡ് ബി ടോട്ടൽഡ്. എച്ച്ഒകളിലാണെങ്കിൽ ഓരോ മാസവും ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെയുള്ള എൻട്രികൾ ഈ രജിസ്ട്രേഷൻ പാഴ്സൽ അസിസ്റ്റൻ്റൊക്കെ അതാത് രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തതൊക്കെ ടോട്ടലി ആൻഡ് ടോട്ടൽ പോസ്റ്റഡ് ഇൻ ദ മന്ത്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്റ്റ്. എന്നിട്ട് അത് മന്ത്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്റ്റിൽ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഫോം നമ്പർ MS-14 ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് പ്രസൻറ്റഡ് ഫോർ രജിസ്ട്രേഷന് വേണ്ടി പ്രസൻറ്റ് ചെയ്ത ആർട്ടിക്കിളിൻ്റെ ട്രീറ്റ്മെൻറ്റ്. An article presented for registration should be examined to see that രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിക്കിൾ എക്സാമിൻ ചെയ്യണം. ടു സീ ദാറ്റ് എന്ത് കാണാൻ, എന്തൊക്കെ നോക്കാൻ. അതിൽ ആദ്യത്തെ പോയിന്റിനകത്ത് ABC പറയുന്നതിനകത്ത് ഇറ്റ് കൺഫേംസ് ടു ആൾ ദ കണ്ടീഷൻസ് ആസ് ലേ ഡൗൺ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഗൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. അതായത് PO ഗൈഡിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ, നല്ല കണ്ടീഷനിലാണോ അത്. പിന്നെ രണ്ടാമത് ബിയിൽ പറഞ്ഞിട്ട് ബിയേഴ്സ് ഓൺ ദ ഔട്ട്സൈഡ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ ഇൻ കേസ് ഓഫ് ലെറ്റേഴ്സ് വിത്ത് AD ആൻഡ് ആൾ പാഴ്സൽസ്. അതായത് സെൻഡറിൻ്റെ പേരും അഡ്രസ്സൊക്കെ ഉള്ള ആണോ AD ഒക്കെ ഉള്ള കേസിലൊക്കെ. ദ ആർട്ടിക്കിൾസ് ബിയേഴ്സ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഇൻ ഫുൾ പ്രീപേയ്മെൻറ്റ് ഓഫ് ദ രജിസ്ട്രേഷൻ ഫീ ആൻഡ് പോസ്റ്റേജ് അപ്രോപ്രിയേറ്റ് ടു ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ആർട്ടിക്കിൾ. ആ ഒരു ആർട്ടിക്കിളിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അത് ചെന്നെത്തേണ്ട സ്ഥലത്തിനനുസരിച്ചുള്ള ഈ രജിസ്ട്രേഷൻ ഫീയും പോസ്റ്റേജ് ഫീയും ഒക്കെ മതിയായ പോസ്റ്റേജ് സ്റ്റാമ്പ് വഴി ഫുൾ പ്രീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. All articles other than ILC and letter cards intended to be sent by airmail must be superscribed. അതായത് ILCയും ലെറ്റർ കാർഡൊക്കെ ഒഴിച്ചുള്ള ബാക്കിയുള്ള എയർമെയിലായിട്ട് പോകേണ്ടതിൻ്റെ മേളിൽ സൂപ്പർസ്ക്രിപ്ഷൻ വേണം. ബൈ എയർമെയിൽ അല്ലെങ്കിൽ PAR-IV എന്നൊക്കെ പറഞ്ഞുള്ള. ഇഫ് ആൻ AD ഓഫ് ദ ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ് ബൈ ദ സെൻഡർ, AD ആവശ്യപ്പെടുകയാണെങ്കിൽ, അക്നോളജ്മെൻറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അയക്കുന്ന ആൾ, ദ ആർട്ടിക്കിൾ ഷുഡ് ബിയർ അഡീഷണൽ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് റെപ്രസെൻറ്റിംഗ് ദ ഫീ ഫോർ ദ സെയിം. അപ്പോൾ അഡീഷണൽ ഫീ മേടിക്കും അക്നോളജ്മെൻറ്റിനുള്ള. ദ വേർഡ് AD ഷുഡ് ബി സൂപ്പർസ്ക്രൈബ്ഡ് ഓൺ ദ ആർട്ടിക്കിൾ. AD ഉണ്ടെങ്കിൽ AD എന്നുള്ളൊരു സൂപ്പർസ്ക്രിപ്ഷൻ കാണുമെന്ന് പറയുന്നു. എ റെസിപ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫ്രം ദ രജിസ്റ്റേർഡ് ജേർണൽ ആൻഡ് given to the person who prescribed the article which contains a single copy. അതായത് ഇത് റെസിപ്റ്റ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. രജിസ്റ്റേർഡ് ജേർണലിൽ നിന്നുള്ള റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ റെസിപ്റ്റ് ഫ്രം ദ രജിസ്റ്റേർഡ് ജേർണൽ ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ് എൻട്രീസ് വിത്ത്. അതായത് ആ രജിസ്റ്റേർഡ് ജേർണലിൽ നിന്ന് ഒരു റെസിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഏതാ അയച്ചാക്കേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽസ്. പോസ്റ്റേജ് അഫിക്സ്ഡ് ഓൺ ദ ആർട്ടിക്കിൾ. പോസ്റ്റേജ് ആർട്ടിക്കിളിൽ അഫിക്സ് ചെയ്ത് പോസ്റ്റേജ് എത്രയുണ്ട്, ക്ലാസ് ഓഫ് ദ ആ ആർട്ടിക്കിളിൻ്റെ ക്ലാസ് എന്താണ്. ദ ലെറ്റർ AD ഇഫ് ദർ ഈസ് ആൻ AD അക്നോളജ്മെൻ്റ് ഉണ്ടെങ്കിൽ AD എന്നുള്ള ലെറ്റർ. ആൻഡ് ദ വേർഡ് എയർമെയിൽ ഇഫ് ഇറ്റ് ഈസ് എൻ എയർമെയിലായിട്ട് അയക്കുന്നതാണ്. എയർമെയിൽ ആർട്ടിക്കിൾ ആണെങ്കിൽ എയർമെയിൽ എന്ന് ഉണ്ടാവും. ഓൺ ദ ടോപ്പ് ഓഫ് ദ റെസിപ്റ്റിൻ്റെ ടോപ്പിൽ നെയിം ദ അഡ്രസ്സി ആൻഡ് ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അഡ്രസ്സിയുടെ നെയിം, പിന്നെ ഡെസ്റ്റിനേഷൻ ഓഫീസിൻ്റെ പേര്. ദ രജിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് ഷുഡ് നോട്ട് ദ നമ്പർ ഓഫ് ദ റെസിപ്റ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ബുക്കിംഗ് ഓൺ ദ ഫേസ് ഓഫ് ദ ആർട്ടിക്കിൾ ഇൻ ഇങ്ക്. രജിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് ആ ഒരു റെസിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ റെസിപ്റ്റിൻ്റെ നമ്പരും പിന്നെ ഡേറ്റ് ഓഫ് ബുക്കിങ്ങും ഫേസ് ഓഫ് ദ ആർട്ടിക്കിളിനകത്ത് ഇങ്കിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ എഴുതി കൊടുക്കണം. പിന്നെ ഇൻഡിക്കേഷൻ AD നമ്പർ ഇൻ റെഡ് ഇങ്ക്, AD ഉണ്ടെങ്കിൽ അക്നോളജ്മെൻ്റ് ഉണ്ടെങ്കിൽ. ദ റെസിപ്റ്റ് ഷുഡ് ദെൻ ബി സൈൻഡ് ബൈ ദ കൗണ്ടർ അസിസ്റ്റൻറ്റ് ആ ഒരു റെസിപ്റ്റ് സൈൻ ചെയ്യണം. ഡേറ്റ് സ്റ്റാമ്പ് ഇംപ്രസ് ചെയ്യണം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ആൻഡ് ഹാൻഡ് ഓവർ ടു ദ പേഴ്സൺ. ആ ആർട്ടിക്കിൾ പ്രസൻറ്റ് ചെയ്ത ആൾക്കാർക്ക് കൈമാറണം. ദ കൗണ്ടർ PA ഷുഡ് ദെൻ അഫിക്സ് ദ കറസ്പോണ്ടിങ് നമ്പർ സ്ലിപ്പ് ടു ദ ആർട്ടിക്കിൾ ഓൺ ദ അഡ്രസ് സൈഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. കൗണ്ടർ PA ഇത് കൊടുത്തു, റെസിപ്റ്റ് കൊടുത്തു, പിന്നെ അത് ഒട്ടിക്കുകയും കൂടെ ചെയ്യും. ഷുഡ് ദെൻ അഫിക്സ് ദ കറസ്പോണ്ടിങ് നമ്പർ സ്ലിപ്പ്. ആ നമ്പർ സ്ലിപ്പ് ആർട്ടിക്കിളിൻ്റെ ഓൺ ദ അഡ്രസ് സൈഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. അഡ്രസ് സൈഡിലെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ അത് ഒട്ടിക്കുകയും കൂടെ ചെയ്യും. ഇഫ് ദ ആർട്ടിക്കിൾ ഈസ് വൺ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഫോർ അക്നോളജ്മെൻറ്റ് ഹി ഷുഡ് ആഡ്. അക്നോളജ്മെൻറ്റിൽ AD എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും ടു ദ നമ്പർ പ്രിൻറ്റഡ് ഓൺ ദ നമ്പർ സ്ലിപ്പ്. അതിനകത്ത് നമ്പർ സ്ലിപ്പിനകത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ. The number assigned to the articles should be noted in ink on the acknowledgement. അതായത് ഈ അക്നോളജ്മെൻറ്റിലും
എക്നോളജ്മെൻറ്റിൽ ആ ഒരു സ്പേസ് കൊടുത്തിരിക്കും. അതായത് ഈ ആർട്ടിക്കിളുടെ നമ്പർ ഉണ്ടല്ലോ, അതിനകത്തൊരു നമ്പർ ഒട്ടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ആ നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഈ അക്നോളജ്മെൻറ്റിലും അതിന് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസിൽ നൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഷുഡ് ഓൾസോ ബി നോട്ടഡ്. ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷനും ചെന്നെത്തേണ്ട ഓഫീസിൻ്റെ പേര് അതും കൂടെ നോട്ട് ചെയ്യണം. ഇൻ ഇങ്ക് ഓൺ ദ ടോപ്പ് ഓഫ് ദ അക്നോളജിൻ്റെ ടോപ്പ് എവിടെയാണോ ഓൺ ദ സൈഡ് വേർ ദ നെയിം ഓഫ് ദ അഡ്രസ് ഈസ് നോട്ട്. അഡ്രസ്സിയുടെ പേര് എവിടെയാണ് നോട്ട് ചെയ്തിരിക്കുന്നത് അക്നോളജ്മെൻറ്റിൽ, അതിൻ്റെ ടോപ്പിൽ. ഇഫ് ദ ആർട്ടിക്കിൾ പ്രസൻറ്റ് ഫോർ രജിസ്ട്രേഷൻ ഈസ് ബിലീവ് ടു കണ്ടെയ്ൻ എനിത്തിങ് ദ ഇൻഷുറൻസ് ഓഫ് വിച്ച് ഈസ് കമ്പൽസറി. കൊണ്ടുവന്നുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ കൊണ്ടുവന്ന ആർട്ടിക്കിളിനകത്ത് മസ്റ്റായിട്ട് ഇൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഫ്യൂസ്ഡ് രജിസ്ട്രേഷൻ അൺലെസ് ദ സെൻറ്റർ ഈസ് വില്ലിംഗ് ടു ഇൻഷുർ ഇറ്റ്. അതായത് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ എടുക്കത്തില്ല, രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യും. എപ്പോൾ? അൺലെസ് ദ സെൻറ്റർ ഈസ് വില്ലിംഗ് ടു ഇൻഷുർ ഇറ്റ്. അല്ലാത്ത പക്ഷം സെൻറ്റർ അത് അതായത് സെൻറ്റർ അത് ഇൻഷുർ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ രജിസ്ട്രേഷനും കൂട്ടാക്കത്തില്ല എന്ന് അർത്ഥം. അടുത്തത് കുറച്ചുകൂടി കൗതുകപരമായിട്ടുള്ള കാര്യം, രജിസ്റ്റർ ആർട്ടിക്കിൾ ഓഫ് ദ ലെറ്റർ മെയിൽ വിച്ച് ഹാസ് ബീൻ ഡെലിവേർഡ് ഈസ് പ്രസൻറ്റഡ് വിത്ത് എ റിവൈസ്ഡ് അഡ്രസ് ഫോർ രജിസ്ട്രേഷൻ. അതായത് ഡെലിവറി ചെയ്ത ഒരു രജിസ്റ്റർ ആർട്ടിക്കിളിനകത്ത് അത് കൊണ്ടുവന്നു പ്രസൻറ്റ് ചെയ്ത് രജിസ്ട്രേഷന് റിവൈസ്ഡ് അഡ്രസ്സിൽ വേറൊരു അഡ്രസ്സൊക്കെ എഴുതിയിട്ട് എവിടേക്കാ? അറ്റ് ദ ഓഫീസ് വിച്ച് ഡെലിവേർഡ് ഇറ്റ്. അത് ഇതിനു മുമ്പ് ഡെലിവറി ചെയ്ത ഓഫീസിൽ, അല്ലെങ്കിൽ ഓർ അറ്റ് എനി അതർ ഓഫീസ് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദ സെയിം പോസ്റ്റ്. ആ സെയിം പോസ്റ്റ് ടൗണിൻ്റെ ലോക്കൽ ലിമിറ്റ്സിലുള്ള വേറെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്തോ ചെയ്യും. എ ഫ്രഷ് രജിസ്ട്രേഷൻ ഫീസ് പേയബിൾ ബട്ട് നോ അഡീഷണൽ പോസ്റ്റേജ് ഷുഡ് ബി ചാർജ് ഓൺ ദ ആർട്ടിക്കിൾ അൺലെസ് ഇറ്റ് ഹാസ് ബീൻ ഓപ്പൺഡ്. അത് വലിച്ചു കുറച്ച് തുറന്നല്ല കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ ഫീ മാത്രമേ മേടിക്കത്തുള്ളൂ, അഡീഷണൽ പോസ്റ്റേജ് മേടിക്കത്തില്ല എന്ന് പറയുന്നു. ഇൻ കേസ് ഓഫ് രജിസ്റ്റേർഡ് പാഴ്സൽ പ്രസൻറ്റഡ് ഇൻ എ ലൈക്ക് മാനർ, ഇതുപോലെ പാഴ്സലുകൾ ഇതുപോലെ കൊണ്ടുവന്നാൽ റീഡയറക്ഷൻ ഫീ ഷുഡ് ബി ആൾസോ ബി ചാർജ്ഡ് അൺലെസ് ദ ഒറിജിനൽ അഡ്രസ് ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അഡ്രസ് ആർ വിത്തിൻ ദ ഡെലിവറി ഏരിയ ഓഫ് ദ സെയിം പോസ്റ്റ് ഓഫീസ് ആർ വിത്ത് ദ സെയിം പോസ്റ്റ് ടൗൺ. പാഴ്സലിൻ്റെ കേസിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും റീഡയറക്ഷൻ ഫീ മേടിക്കും. എങ്ങനെയുള്ള കേസിലാണ്? ആ പുതിയ അഡ്രസ്സ് റിവൈസ്ഡ് ചെയ്ത അഡ്രസ്സ് സെയിം പോസ്റ്റ് ടൗൺ അല്ല, അതിന് പുറത്ത് പോകുന്നതാണെങ്കിൽ റീഡയറക്ഷൻ ഫീ മേടിക്കും. പാഴ്സലിൻ്റെ റീഡയറക്ഷൻ ഫീയുടെ കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം രജിസ്റ്റർ, അതായത് ഒരു രജിസ്റ്റർ ആർട്ടിക്കിൾ നമ്മൾ ഡെസ്പാച്ചിനായിട്ടൊക്കെ എടുത്തു, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും പ്രൊഹിബിറ്റ് ചെയ്ത അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോസ്റ്റൽ മാനുവൽ വോളിയത്തിൻ്റെ റൂള് പ്രകാരം അത് ഡീൽ ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അടുത്ത അക്നോളജ്മെൻറ്റ് കമ്പനി അക്നോളജ്മെൻറ്റ് കെട്ടുന്ന കാര്യമാണ്. അക്നോളജ്മെൻറ്റ് രജിസ്റ്റർ ആർട്ടിക്കിളിനകത്ത് ഷുഡ് ബി ഫാസ്റ്റൻഡ് വിത്ത് ദ സൈഡ് കണ്ടെയ്നിങ് സെൻറ്റേഴ്സ് നെയിം ആൻഡ് അഡ്രസ് ടു ദ ബാക്ക് ഓഫ് ദ ആർട്ടിക്കിൾ. ഒരു ഫൈൻ ചണോ അല്ലെങ്കിൽ ത്രെഡൊക്കെ വെച്ചിട്ട് കെട്ടിവെക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തെ അത് കഴിഞ്ഞു. ഈ വീഡിയോ തൽക്കാലം അവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി തുടരാം. ഓക്കെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.